ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പിന്നെയും കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ആയുസ്സിൽ ഒരവസരം കൂടെ ദൈവം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ഇന്ന് ഒരുമിച്ചുള്ള ചിന്തയ്ക്കായിട്ട് ഒരു ബൈബിൾ പഠനമാണ്. ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ബൈബിള് എന്തു പറയുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായി എൻ്റെ ബുദ്ധിയുടെ അറിവിൽ നിന്നല്ല, മറിച്ച് ദൈവവചനം എന്ത് പറയുന്നു, ആ ദൈവവചനത്തിൽ നിന്ന് ഉള്ളതാണുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ആണ് ഇന്ന് നമ്മുടെ ബൈബിൾ പഠനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു വലിയ കൺവെൻഷൻ പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് ഒരു വചന പഠന പരമ്പരയായിട്ട് ഒരു പക്ഷേ ഇത് നിങ്ങൾക്ക് എടുക്കാം. എന്ന് തന്നെയായിരുന്നാൽ വളരെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം, ഏകാഗ്രതയോടുകൂടി ഇരിക്കണം. കാരണം ഇതൊരു പഠനമായതുകൊണ്ട് നമുക്ക് ഏകാഗ്രത നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുക. അതിൻ്റെ ശാരീരിക അസ്വസ്ഥതകളുമേൽ, പ്രയാസങ്ങളുമേൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് അധികാരമെടുക്കണം. നാവിന്മേൽ അഗ്നി അഭിഷേകം തരണം. അങ്ങയുടെ ജനത്തിനോട് അങ്ങേക്ക് സംസാരിപ്പാനുള്ളത് സംസാരിപ്പാൻ തക്കവണ്ണം ഒരു വെറും കുഴലാക്കി ഹല്ലേലൂയ ജസ്റ്റ് എ ചാനൽ ഓഫ് ബ്ലെസ്സിംഗ് ഉള്ളി അടിയനെ നിർത്തുമാറ ഇരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ പൊതിഞ്ഞാട്ട് മഹത്വം അവിടെ എടുത്താട്ട്, നാവിനെ നിയന്ത്രിച്ചാട്ട്, ശുദ്ധീകരിച്ചാട്ട്, ചിന്താമണ്ഡലത്തെ ശുദ്ധീകരിച്ചാട്ട്, ഓ ഹല്ലേലൂയ, ആവശ്യമായ വചനം നാവിന്മേൽ തന്നാട്ട് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ ജീവിതത്തിന്, ഞങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതം ഇവിടുന്ന് അവസാനിക്കുമ്പോൾ അതിനപ്പുറമായിട്ട് ഞങ്ങൾക്കൊരു വലിയ നിത്യത അവിടുന്ന് ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വലിയ സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ് ആ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുങ്ങി ശുദ്ധീകരിപ്പാൻ, അങ്ങനെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിച്ചാട്ട്, സകല മഹത്വം അവിടുന്ന് എടുത്താട്ടെ. ക്രൂസിന്റെ മറവിൽ ഇവരെ മറച്ചു നിർത്തിയാട്ടെ. അതിനെ ആരും കാണരുത്. അങ്ങനെ മഹത്വം കാണണം. അങ്ങനെ ജനത്തോട് ഹൃദ്യമായോട് സംസാരിക്കണം, ഹൃദ്യമായോട് ഇടപെടണം. ഇപ്പൊ വേറെ ശബ്ദം ഞങ്ങൾ എല്ലാവരും കേൾപ്പിക്കും. അതിനെ കർത്താവ് ആദ്യമായിട്ട് ഇങ്ങനെ ടോപ്പിക് എടുക്കുന്നു. കൃപ വരണം, മഹത്വമെല്ലാം എടുക്കണം. പുത്രന്റെ വലിയൊരു നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കുമാറാകണമേ. ഒരിക്കലും ഒരു വലിയ ഫിലോസഫർ അദ്ദേഹം രാവിലെ തൻ്റെ പട്ടിയുമായിട്ട് നടക്കാനായിട്ട് ഇറങ്ങി. ഫിലോസഫേഴ്സ് സാധാരണ നേരെ നോക്കി നടക്കത്തില്ല, അവരിങ്ങനെ കുനിഞ്ഞു നോക്കിയേ നടക്കത്തുള്ളൂ. അപ്പൊ അവരിങ്ങനെ കുനിഞ്ഞു നോക്കി പട്ടിയെ കൊണ്ട് പോയി ചെന്ന് ഒരു പോലീസ് ഓഫീസർക്ക് ഇടിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് ഓഫീസർ ദേഷ്യത്തിൽ ചോദിച്ചു, ഫ്രം വേർ ആർ യു കമ്മിങ്? നിങ്ങൾ എവിടുന്നാ വരുന്നേ? വേറെ ആരും പോയി, നിങ്ങൾ എവിടോട്ടാ പോകുന്നേ? ഈ മനുഷ്യൻ പതുക്കെ, അതുവരെ താഴെ കുനിഞ്ഞു നോക്കിക്കൊണ്ട് നടന്ന മനുഷ്യൻ തല പൊക്കിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പോലീസ് ഓഫീസറോട് പറഞ്ഞു, ഫോർ ദ ലാസ്റ്റ് സെവറൽ മിനിറ്റ്സ് ഐ വാസ് ഓൾസോ തിങ്കിങ് അബൌട്ട് ഇറ്റ്, ഫ്രം വെയർ ഐ എം കമ്മിങ് ആൻഡ് വെയർ ഐ എം ഗോയിങ്. ഞാനും കഴിഞ്ഞ കുറെ നിമിഷങ്ങളായിട്ട് ഇത് ആലോചിച്ചുകൊണ്ടേ നടക്കുകയായിരുന്നു. ഞാൻ എവിടുന്നാ വന്നത്, ഞാൻ എവിടേക്കാ പോകുന്നത്? പ്രിയമുള്ളവരെ, ലോകത്തില് ക്രിസ്തു നമ്മുടെ ജനനം എപ്രകാരമായിരുന്നെന്നും നമ്മുടെ മരണം എന്താണെന്നും നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ ഗ്രന്ഥമേ ഉള്ളൂ. അത് നമ്മുടെ വിശുദ്ധ വേദപുസ്തകമാണ്. ഹല്ലേലൂയ. വേദപുസ്തകം വളരെ വ്യക്തമായി നമുക്ക് തെളിവുകൾ തരികയാണ്. നമുക്ക് നോക്കാം 139 സങ്കീർത്തനത്തിന്റെ 13, 14, 15 വാക്യങ്ങൾ. പെട്ടെന്ന് ഉറക്ക വായിക്കണം. ഇതിനകത്ത് വീഡിയോ കിട്ടണം. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ. നോക്കണം, മതി. അവിടെ പറയുകയാണ്, അതിന് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിരിക്കുന്ന, യു ഹാവ് സ്റ്റിച്ച്ഡ് മീ ഇൻ മൈ മദേഴ്സ് വൂംബ്. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നീ എന്നെ തുന്നിച്ചേർത്ത് എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നീ എന്നെ ആക്കിയതാണ്. പ്രിയമുള്ളവരെ, വ്യക്തമായി നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും നിങ്ങൾക്ക് ഒരു മാതാപിതാക്കൾക്ക് അവരുടെ മകനായി മകളായി ജനിച്ചെങ്കിൽ യാദൃച്ഛികമായി ജനിച്ചതല്ല. നിങ്ങളുടെ പിതാവിന്റെയോ മാതാവിന്റെയോ ലൈംഗികമായ താല്പര്യങ്ങളിൽ നിന്ന് ജനിച്ചതല്ല നിങ്ങൾ, മറിച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ പദ്ധതിയിൽപ്പെട്ടതാണ് നിങ്ങളുടെ ജനനം എന്നുള്ളത്. മറന്നു പോയത്
നിങ്ങളെ സൃഷ്ടിച്ചവനായ ഒരു ദൈവമുണ്ട്. നിങ്ങളറിയാതിരിക്കുന്ന നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെ മെനഞ്ഞവൻ. ഹല്ലേലൂയ. നിന്റെ മൂക്കിൽ ജീവശ്വാസം പുതിയവൻ. അവൻ നിന്റെ രക്ഷിതാവും കർത്താവുമാണ്. ഹല്ലേലൂയ. നീ എവിടുന്ന് വന്നതാ? ദൈവം നിന്നെ സൃഷ്ടിച്ചാക്കിയതാ. He had mended you. He had stitched you. അവൻ നിന്നെ സ്റ്റിച്ച് ചെയ്തു. അവൻ നിന്റെ അമ്മയുടെ ഉദരത്തിൽ അവൻ നിന്നെ ആക്കി വെച്ചതാ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കല് ഒരു വലിയ പ്രശസ്തനായിട്ടുള്ള പീഡിയാട്രിക് കാർഡിയാക് സർജന്റെ പ്രസംഗം കേൾക്കാനുണ്ട്. അതൊരു വലിയ വിശ്വാസം. അദ്ദേഹം പറഞ്ഞു, ഒരു ജനിക്കുന്ന കുഞ്ഞിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നഖത്തിന്റെ അത്രമേ വലിപ്പം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ നഖത്തിന്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഹാർട്ട് ഓപ്പറേറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുന്നതാണുള്ള ഒരു പ്രശസ്തനായുള്ള കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞാൽ എത്രയോ 100 കണക്കിന് കുഞ്ഞുങ്ങളുടെ ചെറിയ കുഞ്ഞുങ്ങളുടെ ഹൃദയം തുറന്ന് ഞാൻ ശസ്ത്രക്രിയ നടത്തിയ മനുഷ്യനാണ്. അപ്പൊ ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഹൃദയങ്ങളെ ഇടിക്കുന്നത് കാണുവാനായിട്ട് മാതാപിതാക്കളെ സ്കാൻ റൂമിലേക്ക് വിളിക്കും. ഞാൻ ചോദിക്കും, നിങ്ങളുടെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ അവരോട് പറയും, ഇത് യാദൃച്ഛികമല്ല, ഇത് ദൈവം നിങ്ങളുടെ ഉദരത്തിൽ, നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞിനെ മെടഞ്ഞാക്കിയതാ. ആമേൻ. ദൈവം നമ്മളെ മെടഞ്ഞെങ്കിൽ ദൈവത്തിന് നമുക്ക് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. He has got a definite plan and purpose for our lives. We are not accidental in this life. നമ്മുടെ ഈ ലോകത്തിലെ ജനം യാദൃച്ഛികമല്ല. നമ്മുടെ പേരൻസ് ആരായിരിക്കണമെന്ന് നമ്മളല്ല തിരഞ്ഞെടുത്തത്. ഏത് സ്ഥലത്ത് ജനിക്കണമെന്ന് നമ്മളല്ല തിരഞ്ഞെടുത്തത്. It all happened according to the divine purpose of the Lord. കർത്താവിന്റെ വലിയ പ്ലാനിലാണ് സംഭവിച്ചെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇനി എവിടുന്ന വന്നെന്നുള്ള മനസ്സിലായി, ഇനി എങ്ങോട്ടാ പോകുന്നെന്നുള്ള നമ്മളൊന്ന് അറിയണ്ടേ. എടുക്കാം, വചനം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ. പെട്ടെന്നെടുക്കാം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഹല്ലേലൂയ. എന്താ പറയാണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ മരണം ഒരു നാളും മരിക്കും. അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ പിന്നെ നമ്മളോട് എല്ലാം ഇരിക്കുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരും കർത്താവിനെ അറിഞ്ഞവരൊക്കെ. അപ്പൊ നമ്മൾ ഒരു നാളും മരിക്കാൻ പാടില്ലല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ മനസ്സിലാക്കി. കർത്താവ് പറയാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. എന്താ നിത്യജീവൻ? നമുക്കറിയാം, ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. ആരെപ്പം പോകുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ സ്റ്റീവൻസൺ ബ്രദറിന്റെ മരണം എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാരണം അതിന്റെ തലയാഴ്ച അദ്ദേഹം പുറകിലും ഞാൻ മുന്നിലും ഇരുന്ന് ദൈവത്തെ ആരാധിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മരണം ഭയങ്കര ഷോക്കിംഗ് ന്യൂസാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മരണം. പ്രിയമുള്ള, ഇങ്ങനെ എത്ര മരണങ്ങളാണ്. ഇന്ന് ഞാൻ കണ്ടു, ഗൾഫില് ഒരു 50 വയസ്സുള്ള ഒരു വിശ്വാസി സഹോദരി, എന്തോ ഒരു സൗന്ദര്യമാണ്, വിശ്വാസിയാണ്, കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എത്ര സംഭവങ്ങൾ നമുക്കാർക്കും അറിയത്തില്ല. നമ്മുടെ ആയുസ് എത്ര എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, എന്റെ ആയുസ് എത്ര എന്നതെന്ന് നീ എന്നെ ഉപദേശിക്കണമേ, ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുവാനാകട്ടെ. ദാവീദ് പറയാ, ഞാൻ എത്ര ക്ഷണികനാ. നമ്മൾ മൂക്കിലോട്ട് എടുത്ത ശ്വാസം അത് പുറത്തേക്ക് വിടാൻ കഴിയുന്നില്ല. എത്ര സങ്കടകരമാണ്. ഒരു ആർട്ടിഫിഷ്യൽ വെന്റിലേറ്ററിൽ ആർട്ടിഫിഷ്യൽ ICUയിൽ ആർട്ടിഫിഷ്യലായിട്ട് ഓക്സിജൻ തന്ന കുറെ ഒക്കെ ചിലപ്പോൾ നമ്മളെ നീട്ടാൻ കഴിയുമായിരിക്കും. പക്ഷെ കടന്നുപോയ മതി. പക്ഷെ എങ്ങോട്ടാ പോകുന്നത്? യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അവന് 100% ഉറപ്പായിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവൻ ദൈവസന്നിധിയിലേക്കാണ് പോകുന്നത്. അവൻ നിത്യ ജീവനിലേക്കാണ് പോകും. ഇനി എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നാം ജീവനോടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും?
രൂപാന്തരപ്പെടും. രൂപാന്തരപ്പെട്ട ശരീരത്തോടുകൂടി നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട വിശ്വാസികളുടെ മരണസമയത്ത് നമ്മൾ സാധാരണ പ്രസംഗിക്കുന്ന, ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന, നമ്മളെ കടന്നുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, നമുക്ക് സന്തോഷിക്കാനേ വകയുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന മനോഹരമായ ഒരു ദേശത്തേക്കാണ് അവർ ചേർക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ പ്രത്യാശയോടെ, നമ്മുടെ പ്രിയപ്പെട്ടവർ വേർപെടുമ്പോൾ ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്, പക്ഷേ പ്രത്യാശയോടെ നമ്മൾ യാത്ര അയക്കുന്നത്. കാരണം ഒരു നാൾ വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം കാണും ആ മനോഹര തീരത്ത്. ഹല്ലേലൂയ! അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ധൈര്യം. ഒരു വിശ്വാസിക്ക് മാത്രമേ ആ ധൈര്യമുള്ളൂ. ഒരിക്കലും നിരീശ്വരവാദിയായ മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ മരിക്കാനായിട്ട് കണ്ട് സ്ട്രഗിൾ ചെയ്യാണ്. ദൈവമില്ലെന്ന് അനേകരെ പഠിപ്പിച്ചതാണ് മനുഷ്യൻ. അദ്ദേഹം ഇങ്ങനെ കടന്ന് സ്ട്രഗിൾ ചെയ്തപ്പോൾ തന്റെ അനുയായികളെല്ലാം നിന്നുകൊണ്ട് പറഞ്ഞു, ഡോണ്ട് ഗീവ് അപ്പ്, ഡോണ്ട് ഗീവ് അപ്പ്, ഡോണ്ട് ഗീവ് അപ്പ്, ഹോൾഡ് ഓൺ, ഹോൾഡ് ഓൺ, ഹോൾഡ് ഓൺ, വിട്ടുകളയരുത്, വിട്ടുകളയരുത്, പിടിച്ചു നിൽക്ക്. ആ മനുഷ്യൻ വളരെ ശാന്ത ശബ്ദത്തിൽ ചോദിച്ചു, വാട്ട് ടു ഹോൾഡ് ഓൺ? എനിക്ക് മുറുകെ പിടിക്കാൻ ഒന്നുമില്ല. പക്ഷെ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് ഏജിൽ അവൻ കടന്നു പോയാലും അവനറിയാം അവൻ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് പോയത്. 27 വയസ്സുള്ള ഒരു ഓർത്തഡോക്സ് പെൺകുട്ടിയുടെ സാക്ഷ്യം എനിക്ക് നേരിട്ടറിയാം. എൻ്റെ നാട്ടിൽ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ടത് അവൾ, പക്ഷേ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. 27-ാമത്തെ വയസ്സിൽ ഹാർട്ടിന്റെ അസുഖമായിട്ട് അവൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് അവളുടെ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് സഹോദരങ്ങളെയൊക്കെ വിളിച്ച് നിർത്തി ഒരുപാട് പാട്ടൊക്കെ പാടിയിട്ടാണ്. എന്നിട്ട് അവൾ അവസാനം പറഞ്ഞു, ദൈവദൂതന്മാർ എന്നെ എതിരേൽക്കാനായിട്ട് വരുന്നു, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുകയാണ്, നിങ്ങളെല്ലാവരും അവിടെ വെച്ച് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സ്റ്റീഫൻസൺ സഹോദരൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്, നിങ്ങളെല്ലാവരും എനിക്ക് അവിടെ കാണണം. I want to see you, all of you, there with my Lord. നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഏത് സമയത്ത് കർത്താവ് വിളിച്ചാലും ഞാൻ നിത്യതയിലേക്ക് ചേർത്ത്. അതൊരു കത്തോലിക്ക ഇൻസ്റ്റിറ്റ്യൂഷനില്ല, ഹോസ്പിറ്റലിൽ വെച്ചാൽ മരിച്ച ആ സിസ്റ്റേഴ്സ് എല്ലാം ഇവരുടെ ഉച്ചത്തിലുള്ള ഹല്ലേലൂയ സ്തോത്രമൊക്കെ കേട്ടിട്ട് ആ വാർഡിലുള്ള സകല സിസ്റ്റേഴ്സ് ഓടി വന്നു. കൊട്ടിയം ഹോസ്പിറ്റലിലാണ് ഓടി വന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവളെ ഒരു വിശുദ്ധയായി പ്രഖ്യാപിക്കുമായിരുന്നു. ദാറ്റ് ഈസ് ദ ടെസ്റ്റിമണി ഓഫ് എ ബിലീവർ. ഒരു വിശ്വാസിയുടെ സാക്ഷ്യമത. അതുകൊണ്ട് വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവം നമ്മളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചാക്കി, നമ്മൾ ദൈവസന്നിധിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം ഒന്ന് വിടാനായിട്ട് ആഗ്രഹിക്കുക. പഴയ നിയമത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില റെഫറൻസുകൾ എടുക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ദാനിയേൽ 12:13. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരിക. നീയോ പോയി വിശ്രമിച്ചുകൊള്ളുക. ദാനിയേൽ പ്രവാചകനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ ഇത്രയും നാളും അധ്വാനിച്ചു, മതി, നീ എന്റെ പ്രവാചകനായിരുന്നു, മതി. Now come and have rest in my presence. എന്റെ സാന്നിധ്യത്തിൽ നീ വന്നൊന്ന് വിശ്രമിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് വാസ്തവത്തിൽ നമ്മുടെ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സോർട്ട് ഓഫ് റെസ്റ്റിംഗ് പ്ലേസ്. ഒരു സ്വസ്ഥതയുടെ ഒരനുഭവമാണ് മരണശേഷമുള്ള അനുഭവം എന്ന് പറയുന്നത്. രണ്ടാമത് റെഫറൻസ് നമുക്ക് നോക്കാം. യോബിന്റെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 25, 26, 27. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം
ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും. അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. കഷ്ടതയുടെ നടുവിൽ കൂടെ കടന്ന ഇയ്യോബിന് പറയാനുള്ള സാക്ഷ്യം എന്നാണ്, എൻ്റെ തൊക്കി ഇങ്ങനെ നശിക്കും, പക്ഷേ ഞാൻ ദേഹസഹിതനായി എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണും. ഹല്ലേലൂയ. ഒരനുഭവം കൂടെ പറഞ്ഞ് ഞാൻ പഴയ ഭാഗം വിടാനായിട്ട് ആഗ്രഹിക്കുക. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ 12-ാം അധ്യായം, സോങ് ഓഫ് സോളമൻ 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എടുത്തൊരു വായിച്ചാട്ട്. മറിഞ്ഞു വീണില്ലാതെയാകും, ആ നീതിമാന്മാരുടെ ഭവനമോ ആ നിലനിൽക്കും. ആ മനുഷ്യൻ തന്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം ശ്ലാഘിക്കപ്പെടുന്നു. 12:7 ബ്രദറെ. ആ അതെ, ആ വാക്യം എത്ര സോറി, സഭാപ്രസംഗി. സോങ് ഓഫ് സോളമൻ അതല്ലേ? സഭാപ്രസംഗി അല്ലേ? അത് ഉത്തമ സോറി ഉത്തമഗീതം 12:7. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. മതി. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ പറയാണ്, നാം പൊടിയിൽ നിന്ന് എടുക്കപ്പെട്ടു, പൊടിയിലേക്ക് തന്നെ നമ്മുടെ ശരീരം ചേരും. അതുകൊണ്ടാണ് നമ്മൾ ശവസംസ്കാര ശുശ്രൂഷയിൽ മനുഷ്യ നീ മണ്ണാകുന്നു, നീ മണ്ണിൽ നിന്ന് വന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്ന് പറഞ്ഞ് മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ. ഈ പ്രത്യാശയാണ്. കാരണം നമ്മുടെ മണ്ണായ ശരീരം മണ്ണിൽ ചേരും, എന്നാൽ ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ഇത് പഴയ നിയമത്തിലുള്ള റെഫറൻസ്. ഇനി പുതിയ നിയമത്തിലേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ. നമ്മുടെ ദൈവവും 1 തെസ്സലോനിക്കർ 4-ന്റെ സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത അത് തന്നെ വായിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു മിനിറ്റ്. നിദ്ര കൊള്ളുന്ന പറയുന്നത് മരിച്ചവരെ കുറിച്ച് അവിടെ പറയുന്നത്. കാരണം മരിച്ചവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നിദ്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരാൾ ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എഴുന്നേൽക്കും, അതിനൊരു സംശയമില്ല അല്ലേ? ചിലർക്ക് എഴുന്നേൽക്കുന്നത് 12 മണിക്കായിരിക്കും, ചിലർ എഴുന്നേൽക്കുന്നത് 2 മണിക്കായിരിക്കും, ചിലർ 4 മണിക്കായിരിക്കും, ചിലർ 6 മണിക്കായിരിക്കും, ചിലർ 7 മണിക്കായിരിക്കും. സമയത്തിന് വ്യത്യാസമുണ്ട്. പക്ഷെ ഉറങ്ങാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ, ഉറങ്ങിയ ഒരു മനുഷ്യൻ എഴുന്നേൽക്കും. അതുകൊണ്ടാണ് നീതിമാന്റെ മരണം ഉറക്കം പോലെ. വചനം വ്യക്തമായി നമുക്ക് തെളിവ് തരിക. അവർ ഉറക്കത്തിലേക്കാണ് പോകുന്നത്. നിദ്ര കൊണ്ടവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. എന്റെ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്കറിയാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും പിന്നെ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ പ്രത്യാശ. കാരണം നിദ്ര കൊണ്ടവരെ കർത്താവിന്റെ ശബ്ദം മുഴങ്ങും. എപ്പോഴാ? മധ്യാകാശത്തിലെ കർത്താവിന്റെ വരവിങ്കൽ കർത്താവിന്റെ ശബ്ദം മുഴങ്ങും.
ലാസറേ പുറത്തു വരിക എന്ന് ഒരിക്കൽ ലാസറിന്റെ കല്ലറയ്ക്കൽ കേട്ട ശബ്ദം നാം വീണ്ടും കേൾക്കും. നമ്മളെ പേർ ചൊല്ലി അവൻ വിളിക്കും, കം ഔട്ട്. ഒരിക്കൽ അവന്റെ ശബ്ദം മുഴങ്ങി, ലാസറേ, മരിച്ച് നാറ്റമറ്റ ലാസറെ നോക്കി അവൻ പറഞ്ഞു, ലാസറസ് കം ഔട്ട്. ലാസറസ് alone came out. കം ഔട്ട് എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവനുണ്ടായിരുന്ന മരിച്ച് അടക്കപ്പെട്ടവരെല്ലാം എഴുന്നേറ്റേ. കാരണം കർത്താവ് തന്നെയാണ് പുനരുത്ഥാനവും ജീവനും, അല്ലേ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. വളരെ വ്യക്തമായ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. No man cometh unto the Father except through me. I am the life. ഇംഗ്ലീഷ് അറിയാവുന്നവർക്കറിയാം, ഐ ആം ദ ലൈഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹി ഈസ് ദ ഓൺലി ലൈഫ്. ഐ ആം ദ വേ, ഹി ഈസ് ദ ഓൺലി വേ, ആൻഡ് ഐ ആം ദ ഓൺലി ട്രൂത്ത്. ലോകത്തിൽ ആരും ഇത് പറഞ്ഞിട്ടില്ല. ഞാൻ പല മതങ്ങളെയും കുറിച്ച് അല്പസ്വല്പം കാര്യമൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. അല്പസ്വല്പം ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്, അല്ലേ? ഹിന്ദു വിശ്വാസം അനുസരിച്ച്, അല്ലേ, നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു, നമ്മൾ നല്ലൊരു ജീവിതം ജീവിച്ചാൽ നമ്മൾ അടുത്ത ജന്മത്തിൽ കുറച്ചുകൂടെ നല്ലൊരു ജന്മം നമുക്ക് കിട്ടും. അങ്ങനെ പല ജന്മങ്ങൾ ജനിച്ച് നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് കഴിയുമ്പോൾ അവസാനം പരബ്രഹ്മത്തിൽ നമ്മൾ അങ്ങ് ലയിച്ചു എന്നുള്ളതാണ് വളരെ കാഴ്ചപ്പാട്. ഞാൻ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മൾ ആരെയും കുറ്റം പറയാനും ജഡ്ജ് ചെയ്യാനൊന്നും പോകണ്ട. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതല്ല നമ്മുടെ വിശ്വാസം. മുസ്ലിംസിനെ അനുസരിച്ച് 5 നേരം നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, കഴിയുമെങ്കിൽ ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്യണം. ഇതെല്ലാം ചെയ്താലും പടച്ചോന്റെ ഇഷ്ടത്തിൽപ്പെട്ട കാര്യമാണ് നമുക്ക് സ്വർഗം തരണോ വേണ്ടായി. He cannot be 100% sure. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് എനിക്ക് നിങ്ങൾക്കും ധൈര്യത്തോടെ പറയാൻ കഴിയും, എന്റെ കർത്താവ് ഏത് സമയത്ത് വന്നാലും, അതിനു മുമ്പ് ഞാൻ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടാലും ഞാൻ എന്റെ കർത്താവിന്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. അതെനിക്ക് ഏറ്റവും സന്തോഷമാണ്. കാരണം എന്റെ മരിച്ച മാതാവിനെ എനിക്ക് അവിടെ കാണാം, എന്റെ കടന്നുപോയ പിതാവിനെ എനിക്ക് അവിടെ കാണാം. എന്റെ പല കസിൻസ് വിശ്വാസികള് നിത്യത്തിലേക്ക് പോയിട്ടുണ്ട്, അവരെയൊക്കെ അവിടെ കാണാമെന്നുള്ള വലിയ പ്രത്യാശ. ഹല്ലേലൂയ. ആ പ്രത്യാശയാണ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നത്, ആ പ്രത്യാശ നമ്മളെ ബലപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. മുമ്പോട്ട് പോകട്ടെ. അതുകൊണ്ട് പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളോട് പറയുകയാണ്, മരിച്ചവരെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. ഒരു നാൾ കാഹളം ധ്വനിക്കുമ്പോൾ അവർ ഉയർത്തെഴുന്നേൽക്കും, കല്ലറകളെ പൊട്ടിച്ച് അവർ ഉയർത്തെഴുന്നേൽക്കും. കാരണം ഇതാരാ പറയുന്നത്? മരിച്ച് വലിയ കല്ലറ നീക്കി അതിന്റെ പുറത്ത് കവാടത്തിക്കൽ വെച്ച് ആർക്കും തൊട്ടുകൂടാൻ പറ്റാത്ത റോമാ ഗവൺമെന്റിന്റെ സീൽ ആ കല്ലിൽ പതിച്ച് ഇതിനെയൊക്കെ പൊട്ടിച്ചുയർത്തെഴുന്നേറ്റവൻ പറയാണ്, ഹല്ലേലൂയ, ഞാൻ മധ്യാകാശത്തിൽ വരുമ്പോൾ നിങ്ങളുടെ കല്ലറകളെ പൊട്ടിച്ച് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ചിലർ ചോദിച്ച് ദഹിപ്പിച്ചവരോ? പ്രിയമുള്ളവർ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അടക്കിയാലും ദഹിപ്പിച്ചാലും വോൾട്ടിൽ വെച്ചാലും ഈ ശരീരം മണ്ണോട് ചേർന്നാലും അത് മടങ്ങി വരിക തന്നെ ചെയ്യും. ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മാറ്റർ cannot be destroyed but it can only change its form. ഒരു മാറ്റർ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റത്തില്ല. മാറ്റർ ഇപ്പോൾ ഡിവൈഡ് ചെയ്യാമെന്നത് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ആറ്റം ബോംബൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. മാറ്റർ ഒരിക്കലും നശിക്കത്തില്ല, ഇറ്റ് വിൽ ചേഞ്ച് ഇറ്റ്സ് ഫോം. അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറുക മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരം മണ്ണോട് ചേർന്നാൽ അഗ്നിക്കിരയായി നാം വെറും ചാരമായി മാറിയാലും, കടലിന്റെ ആഴത്തിൽ നമ്മളൊരു കപ്പലപകടത്തിൽ മരണപ്പെട്ടാലും, അവിടുന്ന് എല്ലാം കർത്താവിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ നാം ഉയർത്തെഴുന്നേറ്റ് വരും. ഹല്ലേലൂയ.
ഈ പ്രത്യാശയിൽ നമ്മൾ ഉറയ്ക്കണം, ഈ പ്രത്യാശയിൽ നമ്മൾ ധൈര്യപ്പെടണം. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? ധൈര്യത്തോടെ പൗലോസ് മരണത്തെ വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 14:1 മുതൽ 3 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളും. വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഞാൻ സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ. ഹല്ലേലൂയ. എന്ത് വലിയ പ്രത്യാശ! കർത്താവ് നമുക്ക് സ്ഥലമൊരുക്കാൻ പോയതാണ്. അവൻ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ അവൻ വീണ്ടും വരും നമ്മളെ ചേർക്കാൻ, നമ്മളെ അവനോടുകൂടെ പാർപ്പിക്കുവാൻ. ഹല്ലേലൂയ. 1-2 വാക്യങ്ങളിലൂടെ നമുക്ക് എടുക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ. നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മരിച്ചവരുടെ പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ. നോക്കണം, പൗലോസ് അപ്പോസ്തലൻ അത്രയും പറയണമെങ്കിൽ വിദ്യാസമ്പന്നനാ. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവനാ. ഇത്രയധികം ഒരു രാജാവ് പോലും പൗലോസിനെ നോക്കിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ പറഞ്ഞു, പൗലോസേ, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തി പിടിച്ചിരിക്കുന്നു. നമ്മളെ സാധാരണ നാടൻ ഭാഷയെ പറഞ്ഞില്ലയോ, പഠിച്ചു പോയാൽ വട്ടായെന്ന് എന്ന് പറഞ്ഞ പോലെ പൗലോസിനെ നോക്കിക്കൊണ്ട് രാജാവ് പറയാ, പ്രസംഗം കേട്ട രാജാവ് പറയാ, പൗലോസേ, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തി പിടിച്ചുപോയി. ഇത്രമാത്രം വിദ്യാസമ്പന്നൻ. ഒരു കപ്പൽ ഉടമയുടെ മകനായിരുന്നു പൗലോസ് എന്നാ പറയപ്പെടുന്നത്. ബഹുസമ്പന്നൻ. പക്ഷെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചിട്ട് ദൈവസ്ലേവൻ കണ്ടു കഴിഞ്ഞു. അത് മാത്രമാണോ? പൗലോസ് ലേഖനം എഴുതുമ്പോൾ, കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഞാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളെ അവിടെ കേട്ടു. ശരീരത്തോടുകൂടെയോ അല്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, ദൈവികമായ വെളിപ്പാടുകൾ ലഭിച്ച പൗലോസ് പറയാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? പൗലോസ് പറയാണ്, താഴോട്ട് വരുമ്പോൾ കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ തന്നെ പൗലോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു വിത്ത് വിതച്ചാൽ ആ വിത്ത് മണ്ണിലേക്ക് വീണ് അത് ചത്ത് കഴിയുമ്പോഴാണ് അതിൽ നിന്നൊരു പുതിയ ചെടി വരുന്നത്, അല്ലേ? ഒരു വിത്ത് ചത്ത് കഴിയുമ്പോൾ ഒരു ഗോതമ്പ് മണി നിലത്ത് വീഴുന്നു, അത് ചാത്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് അനേക ഗോതമ്പിന്റെ ചെടി മുളച്ചു വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുക. ചത്ത
ചത്തത് ചാകുന്നതിനൊക്കെ ഒരു പുനർജീവനുണ്ട്. ഹല്ലേലൂയ. നമ്മളിലുള്ള ആത്മാവ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന നമ്മുടെ ആത്മാവ്, അത് നമ്മുടെ ഈ ശരീരം രൂപാന്തരം സംഭവിക്കും, ശരീരത്തോട് ചേരും, നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിലെടുക്കുന്നത്. ഇതാണ് നമ്മുടെ പ്രത്യാശ. വചനം വ്യക്തമായി നമ്മെ ഇത് പഠിപ്പിക്കും. 15-ാം അധ്യായത്തിന്റെ 52, 53 ഒന്ന് വായിച്ച്. തെസ്സലോനിക്ക ലേഖനത്തില് പൗലോസ് പറഞ്ഞതിന്റെ അതിന്റെ വേറെ ഒരു വ്യാഖ്യാനമാണ് നമ്മളിവിടെ കണ്ടത്. നമ്മളെല്ലാവരും നിദ്ര കൊള്ളുകയില്ല, കണ്ണുമേക്കിടയിൽ വിത്ത് എ ടിങ്കിൾ ഓഫ് ആൻ ഐ. അതുകൊണ്ടാണ് പറയുന്നത്, രക്ഷിക്കപ്പെടുവാനുള്ള അവസരം ഇപ്പോഴേ ഉള്ളൂ. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. നാളെ എന്നുള്ളത് നമുക്കുള്ളത് ആർക്കുമുള്ളതല്ല. കാരണം കർത്താവിന്റെ വരവ് നനച്ചിരിക്കാത്ത നാഴികയിൽ സംഭവിക്കുന്നു. ലക്ഷണങ്ങൾ അവരുടെയായി നമ്മൾ കാണുക അല്ലേ. ഒരിക്കൽ ഒരു നിരീശ്വരവാദി ഒരു വിശ്വാസിയോട് ചോദിച്ചു, ഉണ്ട് എന്നുള്ളതിന് ഒറ്റ വാക്കിലൊരു തെളിവ് വരാമെന്ന് ചോദിച്ചപ്പോൾ ആ വിശ്വാസി വളരെ കൂളായി പറഞ്ഞു, യഹൂദൻ ഇന്നും ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളത് ദൈവം ജീവിക്കുന്നതിന്റെ ഒരു വലിയ ലക്ഷണം, അടയാളം. കാരണം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും ചിതറപ്പെട്ട യഹൂദന്മാർ, അവരിൽ രാജ്യമായി ഒരിക്കലും തീരത്തില്ലെന്ന് വിചാരിച്ചവർ, പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് ദൈവം അവർക്ക് നൽകിയ വാഗ്ദത്തം നിവൃത്തിയായി ഇന്ന് മിഡിൽ ഈസ്റ്റില് ആർക്കും തകർക്കാൻ കഴിയാത്ത ശക്തിയായി യഹൂദന്മാർ ഇന്നും നിലനിൽക്കുന്നെങ്കിൽ അതിനുള്ള ഏക കാരണം അവർ കർത്താവിന്റെ സന്തതിയാണ്, സ്വന്തം ഉടമ്പടിയുടെ സന്തതിയാണ്, ദൈവത്തിന്റെ ഉടമ്പടിയുടെ സന്തതിയാണ് അബ്രഹാം. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. പ്രിയമുള്ളവരെ, യഹൂദ ജാതി ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പിന്നെയും കടക്കുന്നില്ല. ഇത്രയും മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ ഒരു ലക്ഷണമാണ് യഹൂദൻ ഒരു ജാതിയായി അവൻ ഫോം ചെയ്യപ്പെട്ടു, അവൻ രാജ്യം സ്ഥാപിച്ചു. ആർക്കും ലോകത്തിൽ ഒരു ശക്തിക്കും അവനെ തോൽപ്പിക്കാൻ കഴിയാതെ വണ്ണം ഇന്നും യഹൂദൻ നിലനിൽക്കുന്നെങ്കിൽ അതിന്റെ ഒരേ ഒരു കാരണം ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമാണ്. എന്നാൽ നാമും ഉടമ്പടിയുടെ മക്കളാണ്. ഹല്ലേലൂയ. കർത്താവ് സ്വന്തം പുത്രന്റെ രക്തം കാൽവറിയിൽ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് കുഞ്ഞാടിന്റെ വലിയൊരു രക്ഷത്താൽ പുതിയ ഉടമ്പടിയുടെ സന്തതികളാ ഞാനും നിങ്ങളും. ഹല്ലേലൂയ. പുതിയ ഉടമ്പടി പ്രകാരം നാം അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടവരാണ്. We have been adopted into the kingdom of God. ദൈവരാജ്യത്തിലേക്ക് നാം ദത്തെടുക്കപ്പെട്ടവരാണ്. എഫേസ്യ ലേഖനം അത് നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ദത്തെടുക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അബ്രഹാമിൽ കൂടെ ദൈവം യഹൂദന്മാർക്ക് നൽകിയ വാഗ്ദത്തങ്ങളെല്ലാം കുഞ്ഞാടിന്റെ രക്തത്താൽ നമുക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, കാട്ടൊലിവായിരുന്ന നിന്നെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്തു. ഹല്ലേലൂയ. രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി. ഹല്ലേലൂയ. അവൻ നമ്മൾ ദത്തെടുത്തു. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ഈ വാക്യം ധ്യാനിച്ചിരുന്നെങ്കിൽ സന്തോഷിക്കും. ഞാൻ നിങ്ങൾ ആരുടെ തിരുപ്പാശ്രയാണ്? ആരുടെ സ്വന്തമാണ്? ദൈവത്തിന്റെ സ്വന്തം ജനം.
പിന്നെ രാജകീയ പുരോഹിതവർഗം, ലേവ്യർക്ക് മാത്രം അവകാശപ്പെട്ട പൗരോഹിത്യം. ഞാനും നിങ്ങളും പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചത്, രാജകീയ റോയൽ പ്രീസ്റ്റ്ഹുഡാ. അതുകൊണ്ടാണ് നമുക്ക് ഈ പാരമ്പര്യത്തിന്റെ കെട്ടുകളൊക്കെ പൊട്ടിച്ച് നമ്മൾ ഇറങ്ങി. കാരണം എന്താ? നമ്മളെല്ലാം ആരാ? രാജകീയ പുരോഹിതവർഗമാ, വിശുദ്ധ വംശമാ, സ്വന്തം ജനമാ. നമുക്കൊരു പുരോഹിതന്റെ ആവശ്യമില്ല, ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ല. നമുക്ക് ഏത് സമയത്തും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലാം കൃപാസനത്തിന്റെ മുമ്പിലേക്കുള്ള വാതിൽ ദൈവം തുറന്നിട്ട് തന്നു, പുത്രനെ തകർത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ഹല്ലേലൂയ പറഞ്ഞാലും മതിയാവും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തൻ, അവൻ വാക്ക് മാറാത്തവൻ. നമ്മളെ ചേർക്കാൻ അവൻ വേഗം വരും. നമ്മളെ മാത്രമല്ല, നമ്മുടെ കടന്നുപോയ എല്ലാ പ്രിയപ്പെട്ടവരെയും തങ്ങളിലേക്ക് ആകർഷിക്കാൻ, നിത്യതയിലേക്ക് ചേർത്തുകൊള്ളാൻ നമ്മുടെ കർത്താവ് വരാൻ സമയമായി. നമുക്ക് നമ്മളെ തന്നെ ഒരുങ്ങി കാത്തിരിക്കാം. പ്രിയമുള്ളവരെ, വചനം ഈ അല്പം നമ്മൾ ചിന്തിക്കുന്ന വളരെ ചിലരെയൊക്കെ ഒരു ചിന്തയുണ്ട്, ഈ ക്രിസ്ത്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ മണ്ടന്മാർക്കുള്ളതാണ്, ചിന്തിക്കാത്തവർക്കുള്ളതാണ്, ഇത് ഈ ബുദ്ധിജീവികൾക്ക് പറ്റുകയല്ലെന്ന പലരുടെയും വിശ്വാസം. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് ഉറ്റുനോക്കിയാൽ, പ്രപഞ്ചത്തിലേക്കൊന്ന് ഉറ്റുനോക്കിയാൽ, ഈ വലിയവനാണ് ദൈവത്തെ ഈ പ്രപഞ്ചത്തിലും ചരിത്രത്തിലും നമുക്ക് കാണാൻ പറ്റും. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഭൂമിയെ ദൈവം നാസ്തിത്വത്തിന്മേൽ തൂക്കിയിരിക്കും, അല്ലേ? ഭൂമിക്ക് വൃത്തം വരച്ചവൻ. പണ്ട് ആരാണ്ട് ഭൂമി വരന്നതാണെന്ന് പറഞ്ഞ് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അവനെ പിടിച്ച് കൊന്നു. കാരണം ഭൂമി വരന്നതാണെന്നാ, അല്ലേ? ഇപ്പം ചന്ദ്രനിലും അവിടെ പോയിച്ച് വന്നാൽ എല്ലാവരും പറഞ്ഞു, അയ്യോ മനോഹരമായൊരു ഗോളമാ ഭൂമി എന്ന്, അല്ലേ? ആരും ഹെർക്കുലീസ് താങ്ങി പിടിച്ച് നിൽക്കുന്നതൊന്നും ആരും കണ്ടില്ല. അതവിടെ അങ്ങനെ നിൽക്കുക. അതിനൊരു ചരിവ്, കാലങ്ങൾ സമയങ്ങൾ നിർണയിക്കാൻ ദൈവം അതിനൊരു ചരിവ് വെച്ചു. ഓ, നമ്മുടെ ദൈവത്തിന്റെ ജ്ഞാനം എത്ര വലുതാണ്! ഹൗ മാർവലസ് ആർ ഹിസ് ക്രിയേഷൻ. അവന്റെ സൃഷ്ടി എത്ര മാർവലസ്. നമ്മുടെ ബുദ്ധി പലപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാമോ? We want to comprehend God within our intellect. നമ്മുടെ ബുദ്ധിമണ്ഡലത്തിനുള്ളിൽ ദൈവത്തെ നമ്മൾ നിർത്താൻ നോക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നം. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ വലിയ ന്യൂറോ സയന്റിസ്റ്റ് പറയുന്നത്, നമ്മൾ എത്ര ബ്രെയിൻ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനും he is utilizing only maximum 20% of his brain. Only 20% of our brain we are using. അതായത് ലോകത്തിലേക്കും ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ഉപയോഗിക്കുന്നത് നമ്മുടെ തലച്ചോറിന്റെ 20% കപ്പാസിറ്റി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഫുൾ 100% ക്രിയേറ്റ് ചെയ്ത, സൃഷ്ടിച്ച് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ മെനഞ്ഞ് സൃഷ്ടിച്ചവൻ നിനക്ക് നിന്റെ ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങുമോ സഹോദര സഹോദരി? അവൻ അതിനും അപ്പുറമാ. ഹല്ലേലൂയ. അവൻ അഖിലാണ്ടത്തിന്റെ ഉദയവനാ. അവന്റെ നാമം എൽ ശദ്ദായ് എന്ന. അവൻ അസാധ്യമൊന്നില്ല, അവൻ സകലവും സാധ്യമാണ്. സകലവും സാധ്യം. ഹല്ലേലൂയ. ഈ ദൈവമാ നമ്മുടെ സ്വർഗീയ അപ്പൻ. ഞാൻ എപ്പോഴും ഇരുന്ന് എനിക്ക് കണ്ണിന് സ്മോളപ്പം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഇരുന്ന് ഉച്ചത്തിൽ പറയും, ഐ എം റിയലി പ്രിവിലേജ്ഡ് ടു ബി എ സൺ ഓഫ് ഗോഡ്. ഒരു ദൈവത്തിന്റെ മകനായി തീരാനുള്ള ഭാഗ്യം, അതെത്ര വലിയൊരു ഭാഗ്യമാ പ്രിയമുള്ളവരെ. ലോകത്തിൽ എത്ര ഉന്നതമായ ഡിഗ്രികളുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു അധ്യാപകന് ലോകത്തിൽ ഉയരാൻ കഴിഞ്ഞതിന്റെ അങ്ങേയറ്റം വരെ ദൈവം എന്നെ പൊക്കിക്കൊണ്ടുപോയി. അനേക ശ്രേഷ്ഠന്മാരോടുകൂടെ
ഇരുന്ന് വേദി പങ്കിടാൻ, പ്രസംഗിക്കാൻ ദൈവം അവസരം തന്നു. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് പറയാനുള്ളത് ഒറ്റ ഉള്ളൂ. എൻ്റെ ജീവിതം കർത്താവിനായി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം. മറ്റനേക തീരുമാനങ്ങൾ പലതും തെറ്റായിരുന്നു. ഞാൻ ചുടത്തല മർത്തോമ കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന സമയത്ത് ഞാൻ എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിരുന്നു. ആ തെറ്റായ തീരുമാനങ്ങളുടെ പേരിൽ ഞാൻ ഒത്തിരി പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ICSE സിലബസ് അനുസരിച്ചുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നപ്പോഴും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ പേരിലൊക്കെ ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ 76-ാമത്തെ വയസ്സിലിടയ്ക്ക് 77 പോകുന്നു. ഇത്രയും നാളത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഒരു തീരുമാനം ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല എന്ന് മറിച്ച് ചിന്തിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഏക തീരുമാനം എൻ്റെ ജീവിതം കർത്താവിനായി കൊടുത്തതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് മണ്ടത്തരമല്ല. അവനോട് ചേർന്ന് നടക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫൂളിഷ് തിങ്, but it is the greatest achievement that you can have, not only on this world but also in the world to come. Hallelujah. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. മരണശേഷം ഒരു ജീവിതമുണ്ട്, ഒരു നാളും അവസാനിക്കാത്ത ജീവിതം, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, നമ്മുടെ പ്രിയനോടുകൂടെ യുഗായുഗം വാഴുന്ന ശ്രേഷ്ഠമായ ഹല്ലേലൂയ. ആ ജീവിതത്തിലേക്കാണ് പരിശുദ്ധാത്മാവിനെയും നിങ്ങളെയും വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഒന്നുകൂടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ തലയുടെ മണക്കാൻ നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാനായിട്ട് എടുക്കാം. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ നമ്മുടെ ഹൃദയം കർത്താവിനായി കൊടുത്തവരായിരിക്കാം. പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവം എങ്ങനെയുണ്ട്? ഇതുവരെ നമ്മുടെ പാപങ്ങളേറ്റു പറഞ്ഞ് യേശു ക്രിസ്തു എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ കർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ അവൻ്റെ കാര്യങ്ങൾ സമർപ്പിച്ച് ആ രക്ഷയുടെ സന്തോഷം, നിത്യജീവന്റെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ അനുഭവമാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്കൊരവസരം കൂടെ തരിക. നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കാം. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, ഞാനൊരു പാപിയായ വ്യക്തിയാണ്. എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന എന്നെ ചേർപ്പാൻ അങ്ങ് വേഗം വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കുറവുകളെന്നോട് ക്ഷമിക്കണമേ. കുഞ്ഞാടിൻ്റെ വലിയൊരു രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ ഹൃദയം ഞാൻ അങ്ങേയ്ക്കായി തുറന്നു തരുന്നു. എൻ്റെ രക്ഷിതാവ്, എൻ്റെ കർത്താവുമായി ഞാൻ അങ്ങേ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്നു. അങ്ങയുടെ വരവിങ്കൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാനും കാണപ്പെടാൻ സ്വർഗം സഹായിക്കണം. സകല മഹത്വവും അപ്പച്ചന് തരുന്നു. പുത്രന്റെ വിലയേറിയ നാമത്തിൽ തന്നെ നമുക്ക് കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്നുള്ള പാട്ട് ഫിലിപ്പ് ജോൺ പാസ്റ്ററോട് ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ ഒരു 2 മിനിറ്റൂടെ നമുക്ക് ആരാധിക്കാം. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ